അതെ, അയാൾ ആഹാരം ഉണ്ടാക്കാൻ തയ്യാറാണെങ്കിൽ ആ ജോലി ചെയ്യിപ്പിച്ചാൽ നമുക്ക് നല്ലതല്ലേ അമ്മേ? എന്തായാലും അയാൾ ഇനി ഇവിടുന്ന് എങ്ങോട്ട് പോകും തോന്നില്ല. അപ്പൊ പിന്നെ തീറ്റിപ്പോരുന്ന നമുക്ക് അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണ്ടേ? വേണ്ട. ഉപകാരം ചെയ്ത് അധികാരം ഉറപ്പിക്കാനുള്ള അയാളുടെ തന്ത്രപരമായ നീക്കത്തില് നമ്മൾ വീണു പോകരുത്. ഓ, എത്രയും വേഗം ആ നികൃഷ്ടജീവിയെ ഇവിടെ നാട്ടി പുറത്താക്കാനാ എന്റെ ശ്രമം. അതിനിടയിൽ അകത്തേക്ക് വിളിച്ചു കയറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. അമ്മ വിചാരിക്കും പോലെ അയാളെ പുറത്താക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് അതിന് മെനക്കെട്ട് സമയം കളയാതെ അയാളെ കൊണ്ട് വീട്ടുജോലി ചെയ്യിപ്പിച്ച എന്റെ കഷ്ടപ്പാട് കുറച്ച് കുറഞ്ഞു കിട്ടും. ഓ, നീ പറയുന്നത് കേട്ടതൊന്നും നിനക്കിവിടെ മലമറിക്കുന്ന പണിയാണെന്ന്. എടി, ഇതൊക്കെ ഞാൻ പണ്ട് ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്ന ജോലികളാ. ഓ പിന്നെ അതുകൊണ്ട് അമ്മ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതി അമ്മയുടെ മക്കളും അതുപോലെ തന്നെ കഷ്ടപ്പെടണമെന്ന് നിർബന്ധമുണ്ടോ? ഓ ഇല്ലല്ലോ. അയാളെ ജോലി ഏൽപ്പിച്ച അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടത്തിന് എവിടെ വേണേ പോവാം. അല്ലെങ്കിൽ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പോകുമ്പോ അമ്മ കുഞ്ഞിനെ നോക്കി അടുക്കള പണിയും ചെയ്യണം. അമ്മയുടെ 2 മരുമക്കളെ സ്വന്തം വീട്ടിൽ പോയി സുഖിക്കല്ലേ? ഓ എടി, അവളുമാർ രണ്ടും ഇവിടെ ഉള്ളതിലും ഭേദം വരാതിരിക്കുന്നതാ. അതായിക്കോട്ടെ അമ്മ. അമ്മയ്ക്ക് അവരെ ഇഷ്ടമില്ലെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വിളിക്കേ വേണ്ട. പക്ഷെ വീട്ടിലെ ജോലി മുഴുവൻ പുറത്തു കിടക്കുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇല്ല സോനെ, അതൊന്നും ശരിയാവത്തില്ല. അയാളെ ഞാൻ അടുക്കളയിൽ കയറ്റുക എന്ന് പറഞ്ഞ അങ്ങേരെ ഞാൻ ഈ വീട്ടുകാരനായി അംഗീകരിക്കുന്നതിന് തുല്യവാ. അതെന്തായാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, വീഴല്ലേ മക്കളെ. പതുക്കെ 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 വീഴല്ലേ. എന്നെ പിടിക്കാൻ പറ്റൂല മക്കളെ. അതെ, ഇന്നത്തെ കളിയങ്ങ് മതിയാക്കിക്കോട്ടോ. സന്ധ്യാവാറായി. എല്ലാരും വന്ന് മേലെ ഒഴുകിട്ടെ വിളക്ക് ഒളിച്ച് നമുക്ക് നാമം ജപിക്കാം. വാ വന്നേ. എന്നെ പിടിക്കാൻ പറ്റൂല. അനു, അവര് കുറച്ചേരം കൂടി ഇങ്ങനെ കളിക്കട്ടെ. മക്കളിങ്ങനെ മുറ്റത്ത് ഓടി കളിക്കുന്ന കാണാൻ തന്നെ മനസ്സിന് നല്ലൊരു സുഖ. അച്ഛാ, ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയാലേ സന്ധ്യക്ക് മുമ്പ് കളി മതിയാക്കുള്ളൂ. പിന്നെ എനിക്ക് ഇവര് കളിക്കുന്ന കാണാനൊക്കെ ഇഷ്ടാ അച്ഛാ. പക്ഷെ പിടിച്ചു പിടിയാലും മേലെ ഒഴിച്ചില്ലെങ്കിൽ വിച്ചുട്ടിനുറങ്ങിപ്പോ. ആ, അത് ശരിയാ. മണ്ണില് കളിച്ചിട്ട് കുട്ടികൾ അതേ പഠിച്ചെന്ന് കിടക്കരുത്. നീ അവരെ പതുക്കെ വിളിച്ചോണ്ട് പോ നോക്ക്. വിച്ചൂട്ടാ വന്നേ. വാ, മതി മതി, എണീക്ക് മോനെ. എല്ലാരും വാ, ഇനി നമുക്ക് നാളെ കളിക്കാം. വാ വാ വാ, നമുക്ക് പോയി കുളിച്ചിട്ടേ പഠിക്കാനിരിക്കാം. വാ വാ. ആ, വേഗം വരുന്നവർക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ചെല്ല് ചെല്ല് ചെല്ല്. കുളിച്ചിട്ട് വരാം. ഓ, വിച്ചൂട്ടനല്ലേ ഇവരുടെ വലിയേട്ടൻ. നല്ല അനുസരണമുള്ള അനിയത്തിമാരാ എന്തായാലും. അത് പിന്നെ അങ്ങനെയല്ല അച്ഛാ വേണ്ടത്. ഞാനേ അവരെ മേലൊന്ന് കഴിച്ചിട്ട് ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ. ശരി മോളെ. വാ വാ വാ, എല്ലാരും വാ, നടക്ക.